ഹലോ. അപ്പോൾ നമ്മളെല്ലാവരും കാത്തിരുന്ന പോലെ ലാലേട്ടൻ്റെ വീക്കെൻഡ് എപ്പിസോഡ് ഏതാനും മണിക്കൂറുകൾക്കകം വരുന്നതാണ്. അപ്പം പറഞ്ഞു വരുന്ന വേറൊന്നുമല്ല, കഴിഞ്ഞ ആഴ്ച വളരെ സംഭവകരമായ കാര്യങ്ങളാണ് ബിഗ് ബോസിൽ നടന്നു വന്നത്. എക്സ്പെഷ്യലി റിയാസിൻ്റെ വരവോടുകൂടി ഹോട്ടൽ ടാസ്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രീതി മാറുകയും അതിനുശേഷം റിയാസ് ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ബിഗ് ബോസിന് റേറ്റിംഗ് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ റേറ്റിംഗ് കൊടുത്തത് നമുക്ക് ഏഷ്യാനെൻ്റെ പേജിൽ കൂടെ അവർ പുറത്തു വിട്ടിട്ടുണ്ട്. അപ്പോൾ അത് പ്രകാരം വളരെ ലോവസ്റ്റ് റേറ്റിംഗ് ആണ് ബിഗ് ബോസ് ഹോട്ടലിനെ പറ്റി റിയാസ് ഷെയർ ചെയ്തത്. അതിനകത്ത് എസ്പെഷ്യലി ഹൗസ് കീപ്പിംഗ് സ്റ്റാഫിനെ പറ്റിയും പിന്നെ ജനറൽ മാനേജറിനെ പറ്റിയും വളരെ ശക്തമായ രീതിയിൽ പറയുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ലാലേട്ടൻ വന്നു കഴിഞ്ഞാൽ ആദ്യം പിക്ക് ചെയ്യാൻ പോകുന്നത് ഈ രണ്ട് പേരുകളായിരിക്കും എന്നുള്ളതിൽ സംശയമില്ല. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് മിക്കവാറും ഷാനവാസും ലക്ഷ്മിയായിരിക്കും പ്രതിക്കൂട്ടി നേരിട്ട് വരുന്നത്. പിന്നെ വോട്ടിംഗ് ബേസ് ചെയ്ത് ഡേഞ്ചറസ് സോണിനെ പറ്റി പറയുകയാണെങ്കിൽ റെന ഫാത്തിമ, നെവിൻ, അതുകൂടാണ്ട് ആര്യൻ, പിന്നെ ബിന്നി, ഇവരായിരിക്കും മെയിനായിട്ട് ഡേഞ്ചറസ് സോണിലേക്ക് എത്തുക എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ വീക്കെൻഡ് എപ്പിസോഡിൻ്റെ ബേസ് ചെയ്തിട്ട് ഷാനവാസും ലക്ഷ്മി ഇവർക്കൊക്കെയാണ് കുറച്ച് കൂടുതൽ വിസിബിലിറ്റി റിയാസിൻ്റെ വരവോടുകൂടി കിട്ടിയിരിക്കുന്നത്. ആദില കഴിഞ്ഞ ആഴ്ച വരെ വളരെ മികച്ച രീതിയിൽ മുന്നേറിയെങ്കിലും റിയാസിൻ്റെ വരവോടുകൂടി ലക്ഷ്മിക്ക് ഷാനവാസിനും വളരെ നല്ലൊരു മൈലേജാണ് ലഭിച്ചിരിക്കുന്നത്. എക്സ്പെഷ്യലി ലക്ഷ്മിക്ക് പുറത്ത് നല്ല സപ്പോർട്ടാണ് ഉണ്ടായിരിക്കുന്നതെന്നാണ് പല പോസ്റ്റുകൾ വഴി കാണുവാൻ സാധിക്കുന്നത്. പിന്നെ ഈ ആഴ്ചയിലെ എപ്പിസോഡ് തീരാറായപ്പോഴത്തേന് ജിഷിനും തൻ്റെതായ രീതിയിൽ സ്ക്രീൻ പ്രസൻസ് അറിയിച്ചിട്ടുണ്ട്. പിന്നെ വേറൊരാളുടെ കാര്യം എടുത്തു പറയേണ്ടത് അനുമോളാണ്. കുറച്ച് നാളായി വളരെ സൗമ്യമായും അല്ലെങ്കിൽ അത്രയ്ക്ക് നല്ല സ്ക്രീൻ പ്രസൻസ് കിട്ടാണ്ടിരുന്ന അനുമോൾ ഈ ആഴ്ച വളരെ മികച്ച രീതിയിൽ തന്നെയുള്ളൊരു പെർഫോമൻസ് ആണ് നടത്തിയിരിക്കുന്നത്. അപ്പോൾ അതെന്തായാലും പുള്ളിക്കാരിയുടെ വോട്ടിങ്ങിൻ്റെ എണ്ണത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. നമുക്ക് എന്തായാലും കണ്ടു നോക്കാം. താങ്ക് യു.